ഹലോ നമസ്കാരം. എൻ്റെ ബേസിൽ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര താമസിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിൽ ഒരു കാര്യം പറയാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വണ്ടി തന്നെ പുറത്താണ്, അതുകൊണ്ട് വണ്ടിയിൽ നടത്താൻ കാരണം കേൾക്കാൻ പറ്റില്ല. എന്നാൽ ഞാൻ പറയാം. ഇത് ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, അതെനിക്ക് വിട്ടിട്ട് പോകാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, ഞാൻ പറയുകയാണ്. വേറൊന്നുമല്ല, നമ്മൾ വണ്ടിയുടെ ശബ്ദം കാരണം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ശരിക്കും കേൾക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ നേരെ ഒരു പച്ചക്കറി കടയുണ്ട്. അപ്പോൾ ആ പച്ചക്കറി കടനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ പച്ചക്കറി കടനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ്. ഇപ്പോൾ പച്ചക്കറി കടനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ഞാൻ കുത്തപ്പിന്നാറെ പറ്റി പറയും. കാരണം കുത്തപ്പിന്നാറെ പോലുള്ളൊരു സംഭവം ഉള്ളതുകൊണ്ടാണ് ദുബായ്ക്കാർ ഇന്നും ജീവിക്കുന്നത്. പക്ഷേ കുത്തപ്പിന്നാർ അവിടെ നിന്ന് മാറിയ ദുബായ്ക്കാരുടെ അവസ്ഥ അതറിയാമല്ലോ. പക്ഷേ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഞാൻ ബീഹാറിനെ പറ്റി ചിന്തിക്കുന്നത്. ബീഹാർ ഒരു മാസ രാജ്യമാണ്. അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കാൻ മനസ്സിലാവും, ഒരു ഇതില്ലാത്ത സ്ഥലമാണ്. പക്ഷേ അങ്ങനെ ബീഹാറിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഞാൻ പെരിയോരേ റഹ്മാൻ എന്ന് പറഞ്ഞ പാട്ട് ചിന്തിക്കുന്നത്. കാരണം പെരിയോനെ എന്ന റഹ്മാൻ്റെ പാട്ട് പാടിയപ്പോഴാണ് സച്ചിൻ ടെണ്ടുൽക്കറിന് വയ്യാണ്ടായത്. അങ്ങനെ സച്ചിൻ ടെണ്ടുൽക്കർ വയ്യാണ്ടായപ്പോഴാണ്. ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ ഇന്നും ആലോചിക്കുന്നു, ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹത്തിന് പോയത് ദണ്ഡി യാത്രയ്ക്കാണ്. ദണ്ഡി യാത്രത്തിന് എൻ്റെ കുഞ്ഞമ്മയുടെ മോനുണ്ടായിരുന്നു. കുഞ്ഞമ്മയുടെ മോൻ്റെ പേര് ഭാസ്കരപ്പിള്ള. അപ്പോൾ ആ പുള്ളി ഇങ്ങനെ വന്നപ്പോൾ ആ പുള്ളിയും വന്നു, ഞാനും വന്നു. അപ്പോൾ ഞങ്ങൾ ആലോചിക്കുമ്പോഴാണ് നമ്മുടെ പയങ്കഞ്ഞിൻ്റെ കാര്യം എടുക്കുന്നത്. പയങ്കഞ്ഞി എന്ന് പറയുമ്പോൾ വിവിധതരം പയങ്കഞ്ഞിയുണ്ട്. ചെറുത്തി പയങ്കഞ്ഞിയുണ്ട്, ശർക്കര പയങ്കഞ്ഞിയുണ്ട്. അപ്പോൾ പയങ്കഞ്ഞിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ കാട് കയറി പോവുകയാണ്. മലയാള കവിതയെക്കുറിച്ച് ഞാൻ പറയുകയാണ്. കാരണം മലയാള കവിത ഒരു സാഗരമാണ്, അതിലൂടെ നിരവധി ആൾക്കാർ തുഴഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഞാൻ പുലിമടയെ പറ്റി ചിന്തിക്കുന്നത്. കാരണം പുലിമടയെ പോലൊരു രാജ്യത്താണ് പുലിമട എന്ന് പറയുന്ന സ്ഥാപനം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പുലിമട എന്ന രാജ്യത്തിൽ പുലിമട സ്ഥാപനം ഉണ്ടായപ്പോഴാണ് കുത്തബ്മിനാർ. അപ്പോൾ കുത്തബ്മിനാർ വന്നപ്പോഴാണ് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുന്നത്. അത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് മോഹൻലാൽ ജനിച്ചപ്പോഴാണോ മമ്മൂട്ടി ജനിച്ചപ്പോഴാണോ എനിക്കറിയില്ല. പക്ഷേ മമ്മൂട്ടി ജനിച്ചപ്പോൾ മോഹൻലാലിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് ഞാൻ ബീഹാറിലേക്ക് ഒന്നുകൂടി പോകാതിരിക്കണം. ബീഹാർ എന്നൊരു രാജ്യത്താണ് മോഹൻലാൽ ജനിച്ചത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.